ഹലോ ഗൈസ്, ഇന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എക്സാമിൻ്റെ ദിവസം ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഡിസ്റ്റൻറ്റ് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഒഴിവുള്ള ദിവസങ്ങളിലാണ് കേട്ടോ എക്സാം ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ ഒന്ന് ഞാൻ 5 മണിക്ക് നീച്ച് പഠിച്ചെന്ന് വിചാരിച്ചതാണ്. നീച്ചപ്പോൾ എൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ 5:30ക്കാണ് നീച്ചത്. അപ്പോൾ 5:30ക്ക് നീച്ചിട്ട് പരിപാടികൾ തന്നെ കഴിഞ്ഞപ്പോൾ 5:45. അപ്പോൾ ഇനി കുറച്ച് നേരം പഠിച്ചിട്ട് എന്താ പറയുക 7 മണിയാകുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം. കാരണം ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പോകണം. എന്താ പറയുക 9 മണിയാകുമ്പോഴേ എക്സാം ഹാളിൽ എത്തിയാലേ വേണമെങ്കിൽ നമുക്ക് ഇനി ഒന്ന് പഠിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സമയമാവുള്ളൂ. അതുകൊണ്ട് ഞാൻ 5 മണിക്ക് എണീക്കണം വിചാരിച്ചത് കേട്ടോ. പക്ഷെ പറ്റിയില്ല. എണീച്ചപ്പോൾ തന്നെ 5:30 അതിൽ പിന്നെ പുതിയതായിട്ടൊന്നും പഠിക്കണില്ല വിചാരിച്ചു. കാരണം ഒക്കെപ്പാട് പിന്നെ ഇതാവും കൂട്ടി മിസ്സാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, രാവിലെ കുറച്ച് നേരം റിവിഷൻ ചെയ്തു. റിവിഷൻ ചെയ്യാനേ സമയം കിട്ടിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞേക്ക് മാറ്റാനുള്ള നേരമൊക്കെ ആയപ്പോഴത്തേന് ആൾ നീച്ചിക്കണം കേട്ടോ. 6:45 ആയപ്പോഴത്തേന് ഓൾ നീച്ചു. പിന്നെ എനിക്ക് അധികം സമയമില്ല. ഓളാണ് എൻ്റെ പിന്നാലെ കൂടുണ്ട്. അപ്പോൾ ഞാൻ വേഗമൊക്കെ ഓളെ ഫീഡ് ചെയ്തിട്ട് ചായയൊക്കെ വേഗം കുടിച്ചു കേട്ടോ. 7 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാലേ എനിക്ക് സമയം കൃത്യമായിട്ട് എത്തുള്ളൂ. അതുകൊണ്ട് ഒരു പഴം വാട്ടിയതും ചായയും വേഗം കുടിച്ചു. ആൾ എന്താ പറയുക നീച്ച് അപ്പോൾ തന്നെ കുറച്ച് കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പോരാൻ അപ്പോൾ ഞാൻ വലിയ ഓളെ കാണാതെ ഉമ്മാനെ ഏൽപ്പിച്ച് കണ്ട് എസ്കേപ്പ് ആയിക്കുകയും കേട്ടോ. 7 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയാൽ എനിക്ക് എൻ്റെ സമയത്തിന് ബസ് കിട്ടുള്ളൂ. അങ്ങനെ ആയപ്പോൾ കൃത്യസമയമായപ്പോൾ ഒരു 7:05 7:10 ആയപ്പോൾ ബസ് കിട്ടിയിട്ടോ. ബസ്സിലാണെങ്കിലോ ഞാൻ എപ്പോഴും വിചാരിച്ചു, എപ്പോഴും ബസ്സിൽ ഇത്രയൊക്കെ ആൾക്കാർ എന്താ പറയുക, ഇവരൊക്കെ രാവിലെ എല്ലാവരും പെണ്ണുങ്ങളല്ലേ, പണി ഉണ്ടാവില്ലേ, എപ്പോഴാണ് നീച്ചുക, എനിക്കൊക്കെ ഇങ്ങനെ എൻ്റെ തലമണ്ടയിൽ ഇങ്ങനെ ചിന്തിക്കും. നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കലുണ്ടോ? ഒരു രാവിലെ പണിയെടുക്കലുണ്ടോ? എങ്ങനെ ഇത്ര നേരത്തെ 7 മണിക്ക് തന്നെ എല്ലാവരും കുളിച്ച് മാറ്റി വരുന്നത്? എൻ്റെ തലയിലൊക്കെ എപ്പോഴും ഈ കാര്യങ്ങൾ തന്നെ കത്തുള്ളൂ കേട്ടോ. ഞാൻ എന്താ പറയുക ബസ്സിൽ നിന്നൊന്നും പഠിച്ചില്ല. എനിക്കൊരു എന്താ പറയുക ബസ്സിൽ നിന്ന് കുറച്ച് നേരം നോക്കിയിട്ടുണ്ടെങ്കിൽ എത്രയും ലോങ് ഉള്ളതുകൊണ്ട് തന്നെ ബസ്സിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഉപകാരമായിന്. പിന്നെ ഞാനവിടെ എത്തി, സ്റ്റാൻഡിലെത്തിയപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചു. ഒന്നൊരു ഉന്മേഷം ആയിക്കോട്ടേക്ക് എത്തിയിട്ട്. പിന്നെ അപ്പോൾ 8:30 ആയപ്പോഴാണ് കേട്ടോ അവിടെ എത്തിയത്. അതിൽ പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ പോവാണ്ട് സ്കൂൾക്കല്ല കോളേജിക്ക് കുറച്ചും കൂടെ പോവാണ്ട് അവിടുന്ന് ഒരു 20 രൂപക്ക് ബസ്സിന്, അതായത് ഒരു അരമണിക്കൂറില്ല 10-15 മിനിറ്റൊക്കെ ഉണ്ട് എന്താ പറയുക കോളേജിലേക്ക് എത്താൻ കേട്ടോ. അപ്പോഴും ഞാനൊന്നും പഠിച്ചതൊന്നുമില്ല കേട്ടോ. റിവിഷൻ ചെയ്യാനോ ഒന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് ആകെ എൻ്റെ തലേൻ്റെ ഉള്ളിൽ ഓൾ നീച്ചിണ്ടാവുമോ, ഓൾക്ക് എന്തേക്കാരം പണി, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഒന്നാമത് ഭയങ്കര സങ്കടമുണ്ട് അവളങ്ങനെ ആക്കി പോകുന്നതിൽ. മനസ്സൊരു കഷ്ടപ്പാട്, എന്താ പറയുക, പാവം ഒക്കെ ഇപ്പോൾ പോണതൊക്കെ ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കണം. പിന്നെ 9 മണിയൊക്കെ ആയപ്പോൾ എക്സാം ഹാളിൽ എത്തിയിട്ടോ. എന്താ പറയുക ക്ലാസ്സൊക്കെ സെലക്ട് ചെയ്ത് ക്ലാസ്സൊന്നും തുറന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു. പഠിക്കുക അറിയുമ്പോൾ പഠിച്ചാലൊന്നും നേരമില്ല, ജസ്റ്റ് നമുക്ക് റിവിഷൻ ചെയ്യാനേ സമയമുള്ളൂ. കാരണം എന്താ വെച്ചാൽ സാർ അപ്പോഴത്തേനും വരും. ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ ആ എക്സാം തുടങ്ങുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് നോക്കുന്ന ഒരു കാര്യം എക്സാമിന് വരും. അങ്ങനെ നിങ്ങൾക്ക് തോന്നി നിൽക്കുള്ളൂ. എനിക്കങ്ങനെ 2-3-4 എക്സാമിന് അങ്ങനെ ഉണ്ടായിക്കൊണ്ടോ. ഞാൻ അപ്പോൾ അവിടെ ചെന്നിരുന്ന് നോക്കിയിട്ടുണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് വെറുതെ എന്താ സംഭവം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുള്ളൂ. അതെങ്ങനെയായാലും എനിക്ക് എക്സാമിന് വരലുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ നോക്കി. അത് വന്നു ചെയ്തേനി കേട്ടോ. അന്നത്തെ എക്സാമിന് വന്നേനി. പിന്നെ കറക്റ്റ് സാറ് 9:45 ആയപ്പോഴത്തേന് പിന്നെ സാറ് വന്നു. എല്ലാവരോടും ഒക്കെ എടുത്ത് വെച്ച് പുറത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ 1 മണി വരെയാണ് എക്സാം. എൻ്റെ എക്സാം എനിക്കൊന്നും എഴുതാൻ കിട്ടിയിട്ടില്ല, പൊട്ടിയിക്കിടും. ഈ എക്സാം ഭയങ്കര ടഫായിന്. അപ്പം ഞാൻ എന്താ പറയുക ഭയങ്കര സങ്കടം, കാരണം ഒന്നും എഴുതാൻ കിട്ടിയില്ലല്ലോ. 12:30 ആയപ്പോഴത്തേന് ഇറങ്ങി. എനിക്ക് ടെൻഷനോടെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. രാവിലെ പഴമല്ലേ തിന്നിട്ടുള്ളൂ. അപ്പോൾ 12:30 പിന്നെ എത്തിയപ്പോൾ 1:15 ആയിട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ആനക്കുട്ടീനെ തിന്നാനുള്ള വിശപ്പുണ്ട്, പക്ഷേ ഞാൻ നൂഡിൽസ് തിന്നാൻ വിചാരിച്ചു. അങ്ങനെ നൂഡിൽസൊക്കെ തിന്ന് ഒക്കെ കഴിച്ചിട്ട് പിന്നെയും ബസ് കയറി. ഇനിയും കുറച്ചും കൂടെ ലോങ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എഴുതിയതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ കണ്ട് ഒന്ന് എന്താ പറയുക വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ബസ്സിലിരുന്ന്. അങ്ങനെ ചെക്ക് ചെയ്യണം കേട്ടത്. ശരിക്ക് എന്താ പറയുക ഭയങ്കര ടഫായിന് എനിക്ക്.
ഞാൻ പഠിച്ചത് പറഞ്ഞാൽ പഠിച്ചതൊക്കെ വന്നിക്കണ്, പക്ഷേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി. പിന്നെ നോട്ട് എഴുതി എന്താ പറയുക പഠിച്ച് വന്നപ്പോൾ തന്നെ സമയം എനിക്ക് കിട്ടിയിട്ടില്ല. നോട്ട് ഫുൾ എഴുതി കഴിഞ്ഞു എന്നല്ലാതെ പഠിക്കാനുള്ളൊരു ഇന്നതൊക്കെയാണെന്ന് വേർതിരിച്ച് പഠിക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പം എനിക്ക് എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആകെ മാറിപ്പോയിക്കണം. ഭയങ്കര സങ്കടമായി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല. എൻ്റെ എന്തായാലും ശരിയായില്ല. അപ്പോൾ ഇനി നമുക്ക് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കഴിഞ്ഞത് പോട്ടെ, ഇൻഷാ അല്ലാഹ് ഇനി സപ്ലി നോക്കാൻ വിചാരിച്ചു. കാരണം അത്രയ്ക്ക് ടഫായിന് എക്സാം. പഠിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി. ലൈവ് ക്ലാസ് കണ്ടില്ല ഞാൻ തലേന്ന്, അതൊക്കെ തന്നെ വന്നിരുന്നത്. പക്ഷേ ഒന്നും നമുക്ക് എക്സാമിന് ഓർമ്മയില്ല. അതെന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് കോപ്പി അടിച്ചിട്ട് ക്ലാസ്സിൽ 2-3 കുട്ടികളെ പിടിച്ചു. കൈമ കോപ്പി എഴുതിയെന്നാണ് പറഞ്ഞത്. ഇന്നേ വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കോപ്പി എഴുതി കൊണ്ടുപോയിട്ടില്ല കേട്ടോ. തോറ്റാലും പാടില്ല. കോപ്പി എഴുതി കൊണ്ടുപോയിട്ടൊന്നും ഞാൻ ഇന്നേ വരെ എക്സാം എഴുതിയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എന്തിനാ വെറുതെ നമ്മൾ പഠിക്കണേ നമുക്ക് കിട്ടുക. കോപ്പി എഴുതി കൊണ്ടുപോയിട്ട് പാസ്സായിട്ട് ഇപ്പോൾ എന്തായാലും കാര്യമുള്ളത് ഒരു കാര്യമില്ല. പിന്നെ അവർക്ക് 3-4 കുട്ടികളായിട്ട് കോപ്പി അടിച്ചിട്ട് പിടിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് 3 മണിക്കായി വീട്ടിലെത്താൻ നേരത്ത് എന്താ പറയുക 3 മണിയൊക്കെ കഴിക്കണം. അതിലൊക്കെ എന്താവാൻ പരിപാടി വിചാരിച്ച് ഇങ്ങനെ അത്രയും സമയമല്ലേ, നല്ല ലോങ്ങുള്ളതുകൊണ്ട് തന്നെ ആകെ ടയേർഡായിരിക്കണം. നല്ല വെയിലുണ്ട്. ചെന്ന് നോക്കിയപ്പോൾ ആൾ നല്ല ഉറക്കാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.